പുഷ്പവതി പുഷ്പവതി ഇപ്പം വളരെ പ്രസിദ്ധയാണ്. ചലച്ചിത്ര പിന്നണി ഗായികയാണ്, സംഗീതജ്ഞയാണ്. അതോടൊപ്പം തന്നെ കേരള സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സണുമാണ്. പുഷ്പവതിയുടെ സാമൂഹികമായ കാഴ്ചപ്പാടിനോട് യോജിക്കാൻ നിവൃത്തിയില്ല. അതേസമയം കേരളം പുഷ്പവതിയിലേക്ക് നോക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒട്ടനവധി വിഷയങ്ങളുണ്ട്. നമസ്കാരം. പുഷ്പവതി അടൂർ ഗോപാലകൃഷ്ണൻ ഫിലിം കോൺക്ലേവ് പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്തി. ആ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള നടപടിയും നമുക്ക് അത് സ്വീകാര്യം ആണെന്ന് തോന്നുന്നില്ല. അതോടൊപ്പം തന്നെ അവരൊരു ദളിത് പരിപ്രേക്ഷ്യത്തിൽ ആ വെറും ഒരു അല്പം സങ്കുചിതമായ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ആ വിഷയത്തെ നേരിട്ടതെന്നും തോന്നുന്നു. കാരണം അടൂർ ഗോപാലകൃഷ്ണന്റെ നിർദ്ദേശത്തിന്റെ രത്നച്ചുരുക്കം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സബ്സിഡി കൊടുക്കുന്ന അല്ലെങ്കിൽ സബ്സിഡിക്ക് അർഹരാകുന്ന സിനിമ എടുക്കാൻ വരുന്ന വ്യക്തികൾക്ക്, തിരക്കഥ തയ്യാറാക്കി വരുന്ന വ്യക്തികൾക്ക് നല്ല പരിശീലനം കൊടുക്കണം. ഏത് മേഖലയിലാണെങ്കിലും നാം പരിശീലിക്കുന്നതിൻ്റെ തോതനുസരിച്ചിരിക്കും നമ്മൾ ആ മേഖലയിൽ കൈവരിക്കുന്ന നൈപുണ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡ്രൈവിങ്ങിനെ എടുത്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ഡ്രൈവിങ്ങിനും തുടക്കത്തിലൊക്കെ നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇത്രയേ ഉള്ളൂ ഡ്രൈവിംഗ് നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നറിയാം. പക്ഷേ ഡ്രൈവിംഗ് കുറേ വർഷങ്ങൾ ചെയ്ത് കഴിയുമ്പോഴാണ് അറിയുന്നത് തുടക്കത്തിൽ എത്രമാത്രം നമുക്ക് പരിമിതികൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് പരിശീലനത്തിൻ്റെ പ്രത്യേകതയാണ്. അത് നമുക്ക് നമ്മളുടെ ബുദ്ധി കൊണ്ട് അളക്കാൻ പറ്റില്ല, പക്ഷെ നമ്മളുടെ അനുഭവം കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ഇതേപോലെയാണ് ഓരോ മേഖലയിലും നമ്മൾ പരിശീലനം നമുക്ക് ലഭ്യമാകുമ്പോൾ കൈവരുന്ന മികവെന്ന് പറയുന്ന സാധനം. അപ്പൊ ഇവിടെയും അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിന് രത്ന ചുരുക്കം അത് മാത്രമേ ഉള്ളൂ. ഇതിനെ ഒരു ദളിത് പരിപ്രേക്ഷ്യത്തിലൂടെ നോക്കി കാണാൻ അല്ലെങ്കിൽ കണ്ടു എന്നുള്ളതാണ് പുഷ്പവതി ചെയ്ത, അല്ലെങ്കിൽ പുഷ്പവതിക്ക് അത് വളരെയധികം പ്രതിഷേധാർഹമായിട്ട് അനുഭവപ്പെട്ടതും കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ അത് ഏറ്റുപിടിച്ചതും, അതേപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അടൂരിനെതിരെ അതിനിശിതമായ വിമർശനം ഉണ്ടായതുമൊക്കെ അതവിടെ മാറി നിൽക്കട്ടെ. അതേസമയം പുഷ്പവതി എന്ന വ്യക്തിയിലേക്ക് വരും. പുഷ്പവതി എന്ന വ്യക്തി ഇന്ന് നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നതും അറിയപ്പെടുന്നതും അവരെ നമ്മൾ നോക്കിക്കാണുന്നതും ഒക്കെ ഒരു പിന്നണി ഗായികയും അല്ലെങ്കിൽ ഒരു സംഗീതജ്ഞയും ഒരു കലാകാരിയും എന്ന രീതിയിലാണ്. ആ ഒരു സംഗീതജ്ഞയായത് പരിശീലനത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്, അല്ലെ പരിശീലനത്തിൻ്റെ നിശിതമായ പരിശീലനത്തിൻ്റെ അർപ്പണബോധത്തോടു കൂടിയുള്ള പരിശീലനത്തിൻ്റെ ഫലമാണ് ഇന്ന് നമ്മളുടെ മുമ്പിൽ നമ്മളോട് സംസാരിക്കുന്ന, നമ്മളുടെ കാതുകളിലൂടെ സുന്ദരമായ ശബ്ദത്തിലൂടെ പാട്ടുകൾ കേൾപ്പിച്ചും സംഗീതം നൽകിയും നമ്മളെ ആസ്വദിപ്പിക്കുന്ന കലാകാരിയായ പുഷ്പവതി. അതോടൊപ്പം തന്നെ ആ ഒരു ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചതിൻ്റെ ആ ഒരു പരിഷ്കൃതത്വവും അവരുടെ വ്യക്തിത്വത്തിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം അവിടെയാണ് നമ്മൾ ഒരു അടൂർ ഗോപാലകൃഷ്ണനും പുഷ്പവതിയും തമ്മിലൊരു താരതമ്യം ചെയ്തു നോക്കുകയാണെങ്കിൽ അടൂരിൻ്റെ വൈകാരികതയേക്കാൾ അടൂർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയും ക്ഷുഭിതനാവുകയും ചെയ്തു. എന്നാൽ ഒരു മോശവാക്കും പറയാതെ അടൂരിനെ ബഹുമാനിച്ചുകൊണ്ടാണ് പുഷ്പവതി തൻ്റെ അടൂരിനോടുള്ള എല്ലാവിധ പ്രതികരണങ്ങളും ആ സംഭവത്തിന് ശേഷവും നടത്തിയത്. ഓരോ വാക്കിലും അവരുടെ ആ ഒരു ബഹുമാനവും അവരുടെ സാംസ്കാരികമായ മികവും ആ പുഷ്പവതിയുടെ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇത് നമ്മൾ കേരളം മനസ്സിലാക്കേണ്ടത്, ഇതൊരു പുഷ്പവതി എന്ന് പറയുന്ന കലാകാരി കേരളത്തിൻ്റെ ഒരു അപാര സാധ്യതയുടെ പ്രതിനിധി കൂടിയാണ്. കാരണം ഈ നമ്മളുടെ ദളിത് വിഭാഗങ്ങളിൽ ഇതേപോലെ കണ്ടെത്തപ്പെടാത്ത, പരിശീലനം ലഭിക്കാതെ, അതല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള പ്രോത്സാഹനം ലഭിക്കാതെ, അവസരങ്ങൾ ലഭിക്കാതെ, സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ കൊണ്ടായിരിക്കാം, മറ്റു പല ഘടകങ്ങളുണ്ടായിരിക്കാം, സഹായിക്കാനും അല്ലെങ്കിൽ ചില കഴിവുകളെ കണ്ടെത്താനും നയിച്ചുവിടാനും ആൾക്കാരില്ലാത്തത് കൊണ്ടായിരിക്കാം. അപ്പം അങ്ങനെ പല ഘടകങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് പ്രതിഭകൾ അറിയാതെ കിടക്കുന്ന ഒരു വലിയ മണ്ഡലമാണ്
കേരളത്തിൻ്റെ ഈ പിന്നോക്ക വിഭാഗം, വിശേഷിച്ചും ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ. അത്തരം ആൾക്കാർക്ക് ഒരുപാട് പാടാൻ കഴിവുള്ള വ്യക്തികൾ, വരയ്ക്കാൻ കഴിവുള്ള വ്യക്തികൾ, ശില്പങ്ങൾ ഉണ്ടാക്കാൻ ഉള്ള വ്യക്തികൾ, അതേപോലെ വൈവിധ്യമാർന്ന കഴിവുകളുള്ള വ്യക്തികളുടെ ഒരു വലിയ ശേഖരമാണ് കേരളത്തിലെ ഈ ദളിത് വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ആവശ്യമായ രീതിയിൽ അവസരങ്ങളും ഇപ്പൊ ഇതേപോലുള്ള ഇന്നിപ്പോ നമ്മളുടെ ഈ പുത്തൻ സാമൂഹ്യ മാധ്യമങ്ങളും സാങ്കേതിക വിദ്യയൊക്കെ ഉള്ള സ്ഥിതിക്ക് ഇവരെയൊക്കെ കണ്ടെത്താനും അവർക്കുള്ള ആവശ്യമായ സഹായം എത്തിക്കുന്നതിന് ഇപ്പോൾ സർക്കാർ നേതൃത്വം കൊടുക്കുകയാണെങ്കിലും സന്നദ്ധ സംഘടനകളാണെങ്കിലും അതല്ല അവരുടെ തന്നെ സംഘടനകൾക്ക് പോലും ഒക്കെ ഇത് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള വൈവിധ്യമാർന്ന മേഖലകളിൽ നിന്നുള്ള കലാകാരന്മാരെയും കലാകാരികളെയും കാര്യം ഇന്ന് നമ്മളുടെ ഈ നിർമ്മിത ബുദ്ധി ലോകത്തിൽ ഈ അതിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഏത് സമൂഹത്തിനും മുന്നേറണമെങ്കിൽ ഇത്ര കലാപരമായ കഴിവുകളെ പുറത്തെടുത്താൽ മാത്രമേ സാധ്യമാകൂ. കാരണം അവിടെയാണ് ഈ ഒരു ജൈവ കല, ആ നിർമ്മിത ബുദ്ധിയുടെ കലയുടെ മുമ്പിൽ ആധിപത്യം നേടുക അല്ലെങ്കിൽ മേൽക്കൈ നേടുക എന്നുള്ളത്. അതല്ല എങ്കിൽ നിർമ്മിത ബുദ്ധി നമ്മളെ ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ ഇവിടെ പുഷ്പാവതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിൻപറ്റിയിരിക്കുന്ന ഒരു പാരമ്പര്യം, ആ പാരമ്പര്യം എന്ന് പറയുന്നത് അവർ നല്ലൊരു കർണാടക സംഗീതജ്ഞയാണ്. ആ കർണാടക സംഗീതം എന്ന് പറയുന്നത് ഭാരതീയ സംസ്കൃതിയുടെ ഏറ്റവും സൂക്ഷ്മമായ വിജ്ഞാന ശാഖയാണ് സംഗീതം എന്ന് പറയുന്നത്. ആ സംഗീതമാണ് ഇവിടെ പുഷ്പവതി പരിശീലിച്ച് അവർ നല്ലൊരു ഗായികയായി മാറിയത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പുഷ്പവതി പിൻപറ്റുന്ന ആ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് ചെമ്പയുടെ പാരമ്പര്യമാണ്. ചെമ്പ അവശേഷിച്ചിട്ട് പോയ പാരമ്പര്യമാണ് പുഷ്പവതിയിലൂടെ നമ്മൾ ആസ്വദിക്കുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഈ ജാതി, മത, സമൂഹ ഇത്തരം ചിന്തകളിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഈ സാധ്യതയുടെ അപാരതയും ഒക്കെ നമുക്ക് ബോധ്യമാകും. കാരണം വിജ്ഞാനം, പരിശീലനം ഇത് രണ്ടും ജാതികൾക്കും മതങ്ങൾക്കും എല്ലാം അതീതമായി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് അത് ആ സാധ്യത മുന്നിലേക്ക് വരികയും ജാതിയും മതവും വിഭാഗീയതയും എല്ലാം പിന്നിലേക്ക് പോവുകയും ചെയ്യുന്നത്. നമ്മുടെ കലാകാരന്മാരെ നോക്കിയാൽ അറിയാം, ഓരോ കലാകാരന്മാരും കലാകാരികളും ഒക്കെ വിവിധ മതങ്ങളിൽ നിന്നും സമുദായങ്ങളിൽ നിന്നും വരുന്ന വ്യക്തികളാണ്. പക്ഷെ നമ്മളാരും അവരെ ആ സമുദായത്തിന്റെ കണ്ണിലൂടെ അല്ല നോക്കുന്നത്, മറിച്ച് അവരുടെ കലാശേഷിയുടെ, അവരുടെ സർഗാത്മകതയുടെ, അവർ നമ്മളെ ആസ്വദിപ്പിക്കുന്ന ആ ഒരു സ്നേഹത്തോടെയും സൗന്ദര്യത്തോടെയുമാണ് അവരെ നമ്മൾ കാണുന്നത്. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, ഈ അറിവ് മനുഷ്യനിൽ സൗന്ദര്യം നിറയ്ക്കുകയും ആ സൗന്ദര്യത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ ഈ വിഭാഗീയതകൾ ഉണ്ടാക്കുന്ന മതമാണെങ്കിലും ജാതിയാണെങ്കിലും മറ്റെല്ലാ ചിന്തകളും മാറി നിൽക്കുകയും ഉള്ളൂ എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയായിട്ടാണ് പുഷ്പവതി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്.